സ്തോത്രം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. തറവസ്റ്റ് മ്യൂട്ടാണേ. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രയേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ആമേൻ. സ്തോത്രം. മതി സിസ്റ്റർ. ഹാലേലൂയ. നമ്മളൊക്കെ ഹാലേലൂയ ദൈവം പറഞ്ഞേക്കുന്നത് നമ്മളൊക്കെ കാവൽക്കാരാണെന്ന് പറഞ്ഞേക്കുന്നത്. ആരുടെയൊക്കെ കാവൽക്കാരെന്ന് വെച്ചാൽ അല്ല, ദേശത്തിന്റെ കാവൽക്കാരാണെന്ന് പറയാനല്ലേ. നമ്മൾ നിൽക്കുന്ന ഭവനത്തിന്റെ കാവൽക്കാരാണെന്ന് പറയാം. നമ്മളായിട്ട് പട്ടണത്തിന്റെ കാവൽക്കാരാണ്. ഹല്ലേലൂയ. നമ്മളായിട്ട് സഭയുടെ കാവൽക്കാരാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ദൈവം കാവൽക്കാർ. അപ്പൊ ഞാൻ എപ്പോഴും പറയും, കാവൽക്കാരെ രാത്രി എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിന്റെ ശക്തികൾ എത്രത്തോളമായി എന്ന് ചോദിച്ചാൽ അല്ലെ ഒരിക്കലും അല്ലെ ദേവദാസൻ പറഞ്ഞ പോലെ ആമീൻ അല്ലെ വചനം നമുക്ക് തീരെ എല്ലാവർക്കും അറിയാം, പക്ഷെ പ്രാക്ടിക്കൽ ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് നമുക്കൊരു പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടെ മാത്രമേ. ഈ തിയറി എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ നിൽക്കുന്ന ദേശത്തെ വാഴ്ച ഏതാന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. വാഴ്ച ഏതാന്ന് അറിയാം. അതെങ്ങനെ പോരാടുന്നു നീ? ആമീൻ. വാഴ്ച ഏതാന്ന് അറിയാതെ നീ എങ്ങനെയാ അവിടുത്തെ കാവൽക്കാരനാകുന്നേ? ശത്രുവിനെ അറിയാതെ എങ്ങനെയാ കാവൽക്കാരനാകുന്നേ? ശത്രുവിന്റെ ബലം എത്രത്തോളം ഇപ്പൊ നിൽക്കുന്നെന്ന് എങ്ങനെയാ അറിയുന്നത്? ഇങ്ങനെ പലതും ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല, പക്ഷെ വചനം ആമീൻ തീരെ നമുക്കറിയാം എല്ലാവർക്കും അല്ലെ. നമ്മൾ കാണാതെ പഠിച്ചു പറയും. അവർ ഇവിടെ ഒരു കാവൽക്കാരനെ കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത്. ഹാല ഒരു കാവൽക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഹാല ഇവിടെ കാവൽക്കാരനാണെങ്കിൽ ഒന്ന് ഹാലലിയ, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരൻ ആക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. അപ്പൊ ഒരു കാവൽക്കാരൻ ദൈവം കാവൽക്കാരനാക്കി വെച്ച ആ കാവൽക്കാരന്റെ ഉത്തരവാദിത്തം ആമേ നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. ഹാലേലി. എന്നാ ആരുടെ വായിന്ന് കേൾക്കണം? ദൈവത്തിന്റെ വായിന്ന് കേൾക്കണം. ഹാലേലി. നമുക്ക് തോന്നുന്നത് പോയിട്ട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല. ദൈവം എന്ത് പറയുന്നു അത് കേൾക്കണം. കേട്ടിട്ട് ആമേ ഹാലിയ എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ആരുടെ നാമത്തിൽ പ്രബോധിപ്പിക്കണം? ഹാലേലൂയ. പറയുന്ന ആരാണോ അവരുടെ കർത്താവ് പറയുന്ന വചനം കേട്ട് കർത്താവിന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഇന്നത്തെ പ്രബോധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? ഹാലേലൂയ. അവരുടെ വായിന്ന് അവർ പറയും, അവർ ഈ ലോകത്തെ കുറിച്ച് പ്രബോധിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ ഹാലേലൂയ മനസ്സിൽ തോന്നുന്ന പോലെ പ്രബോധിപ്പിക്കണം. അങ്ങനെ അല്ല പ്രബോധിപ്പിക്കേണ്ടുന്നത്. നീ എന്റെ കാവൽക്കാരനായിരുന്നു, ഇസ്രായേൽ കാവൽക്കാരാക്കി നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഹാലേലൂയ. അപ്പൊ ദൈവത്തിന്റെ നാമത്തിലാണ് അവരെ നമ്മളത് കുറച്ചുകൂടി 33-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാല് 7-ാം വാക്യം തന്നെ വായിച്ചേ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രയേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. അടുത്ത ഇവിടെ അവിടെ പറഞ്ഞ് എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പറയുന്ന ഓർമ്മപ്പെടുത്തണം എന്ന് വെച്ചാൽ വാൺ. ഇംഗ്ലീഷ് പറഞ്ഞ വാൺ ചെയ്യണം. ഹാല എന്താ പറയാ? എന്റെ വായിൽ നിന്ന് വചനം കേട്ടിട്ട് അവർ അനുസരിക്കുന്നില്ലാത്തത് കൊണ്ടാണല്ലോ വീണ്ടും ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിരുന്നു. സറാമസ്റ്റിയുടെ ഒരു കാര്യം പറഞ്ഞ സറാമസ്റ്റിയും പറയുന്ന സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാല് ഹാല പിന്നെ ഞാൻ വന്ന് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലേ. പിന്നെ ഞാൻ റിമൈൻഡ് ചെയ്യൽ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷൻ വാൺ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. വാൺ ചെയ്യണമെങ്കിൽ എന്താ പറയാ, അവർ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു, അവരത് അനുസരിക്കുന്നില്ലെങ്കിൽ ഹാലേലൂയ പിന്നെ പോയിട്ട് അവര് വാൺ ചെയ്യണം, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തണം. ഒരു കാവൽക്കാരൻ ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെ നല്ല കാവൽക്കാരാണോ? ഇങ്ങോട്ട് നോക്ക്. ഹാലേലൂയ. നല്ല കാവൽക്കാരാണോ? ആണോ ഇല്ലെന്ന് ഇന്നത്തെ വചനം കേട്ട് നമുക്ക് തീരുമാനിക്കാം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ വായിച്ചോ, ഓർമ്മപ്പെടുത്തണം. എന്നിട്ട് ഞാൻ ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എങ്ങനെയാന്ന് പറഞ്ഞേക്കുന്നേ? ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പം ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരുവാൻ കരുതി കൊള്ളത്തക്ക വണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയുക ഒരാളെ കാണുമ്പം അതൊരു ദുഷ്ടനാ.
ഹല്ലേലൂയ. അവരോട് പറയണം, ദുഷ്ടാ നീ നിന്റെ വഴി വിട്ട് തിരിയണം എന്ന് പറഞ്ഞ് അവൻ നമ്മുടെ പ്രബോധനം കേൾക്കുമ്പോൾ അവൻ തിരിയണം. അതുപോലെ നമ്മൾ പ്രബോധിപ്പിക്കണം പോയിട്ട്. അല്ലെ അതുപോലെ മുഖത്ത് നോക്കി പറയും, എന്നാ എങ്ങനെ എങ്ങനെ അങ്ങനെ എല്ലാവരും പറഞ്ഞു. അത് സിസ്റ്ററെ പിന്നെ ആ ഒരു കാര്യം അതൊന്ന് മാറ്റി, അല്ല ഇതൊന്ന് മാറ്റിയെങ്കിൽ അല്ലെ അങ്ങനെ എന്നൊക്കെയാ നമ്മൾ പറയുന്നത്. കാരണം മുഖത്ത് നോക്കിയിട്ട് ഹാലേലിയ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാവിന്റെ പുസ്തകം, യെശയ്യാവിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഹാലേലിയ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, അവരൊക്കെ ഇത്ര ധൈര്യത്തോട്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് യെശയ്യാവിനെ ഒക്കെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ, കർത്താവ് എന്ത് ധൈര്യമാ. യെശയ്യാവിന്റെ പ്രവചനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്ന് വരെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കേട്ട് കേൾവിയുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ട് ഇല്ല. പക്ഷെ നീ എന്ത് ധൈര്യത്തിൽ വിളിച്ചു പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റു ഒന്നും പറയാനില്ല. ഞങ്ങൾ കേട്ടത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു, അവര് കേൾക്കുന്ന ദൈവത്തിൽ നിന്നാ കേൾക്കുന്നത്, ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതുകൊണ്ട് അവർക്ക് പറയാൻ മടി കാണിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അവരതിനകത്ത് വെള്ളം ചേർത്ത് അവരുടേതായിട്ട് ഒന്നും അതിനകത്ത് ആഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അവരുടേതായ ഒന്നും ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിലീറ്റ് ചെയ്തില്ല. ദൈവം എന്ത് പറഞ്ഞു അങ്ങനെ തന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അവർ ധൈര്യത്തോടെ അത് വിളിച്ചു പറഞ്ഞു. ഇന്ന് പലപ്പോഴും ധൈര്യക്കുറവ് വരുന്നത് എന്താന്ന് പറയട്ടെ, അവൻ കേൾക്കുന്നതാണോ കേൾക്കാത്തയാണോ, ഉള്ളതാണോ ഇല്ലാത്തതാണോ, ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ ഇച്ചിരി ഫലയില അറുത്ത് മുറിച്ചണക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കിട്ടുന്നത് കുറഞ്ഞു പോയാലോ എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും ഡയലൂട്ട് ചെയ്യുന്നു. ഹാലൂയ. കർത്താവ് തരുന്നത് നമ്മള് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഹാലയില. അങ്ങനെ കൊടുക്കരുതെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. കർത്താവ് ദൈവം പറയാ, ദുഷ്ടാ നിന്റെ ദുഷ്ടത വിട്ടുതിരിയെന്ന് പറയുമ്പോ അതുപോലെ വിട്ടുതിരിയാൻ തക്കോണം നീ പ്രബോധിപ്പിക്കണം. അപ്പൊ പറയണ എങ്ങനെയായിരിക്കണം? മുഖത്ത് നോക്കി പറയണം, നീ ചെയ്തോണ്ടിരിക്കുന്നത് ശരിയല്ല, നീ ഇത് കളഞ്ഞിട്ട് കൊണ്ട് വന്നാ മതി എന്ന് പറയത്തക്ക രീതി, അല്ല നീ ഇത് വിട്ടു തിരിഞ്ഞ് മാറിയില്ലെങ്കിൽ അടി കിട്ടുമെന്ന് നേരെ മുഖത്ത് നോക്കി പറയാൻ പറ്റണം. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നതൊക്കെ വണ്ണം അവിടെ പറഞ്ഞ ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരുവാൻ കരുതി കൊള്ളത്തക്കോണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യം നിമിത്തം മരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നീ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ എന്താ പറ്റേ, അവൻ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അപ്പൊ നമ്മുടെ മുമ്പിൽ ഹാലേലിയ ഒരാൾ ദുഷ്ടത നിമിത്തം നടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികളല്ല നടക്കുന്നെങ്കിൽ, നീ ഇത് വിട്ടു തിരിഞ്ഞില്ലെങ്കിൽ ഹാലേലിയ തമ്പുരാൻ കയറി നിന്നെ അടിക്കുമെന്ന് നമ്മുടെ വിജയഞ്ചൽ പാസ്റ്റർ ഡയലോഗ് എപ്പോഴും പറയും. തമ്പുരാന്റെ അടി കൊള്ളാല്ലേ, തമ്പുരാൻ അടിക്കുമെന്ന് മുഖത്തോക്കെ പറയാറുണ്ട്. ഹാലേലിയ അതുപോലെ തമ്പുരാൻ അടിക്കുമെന്ന് ഹാലേലിയ പറയാനുള്ള ഗട്സ് കാണിക്കണം. ചിലപ്പോ അവർക്ക് ചിലപ്പോ സുബോധമുള്ള നിമിഷം കുറവാണെങ്കിൽ സുബോധം വരുന്ന നിമിഷം നോക്കിപ്പോയി പറയും. ഹല്ലേലൂയ. ആമേ. അത് പറയാനായിട്ട് ഒരു മടിയും കാണിക്കണ്ട. കർത്താവിന് പക്ഷെ പറയുമ്പോ എങ്ങനെയാ പറയണ്ടേ? ചുമ്മാ ചാടിക്കറി പറയാനല്ല, കർത്താവിന്ന് കേട്ട് പറയണം. കർത്താവ് എന്ത് വാക്കാ പറയുന്നത് ആ വാക്ക് പറയണം. ഹല്ലേലൂയ. നമ്മൾ കാണണ്ടേ, എഹെസ്കേൽ പ്രവാചകനോട് കുറെ കഴിയുമ്പോൾ പറയുന്നുണ്ട്, അസ്ഥികളുടെ ഇടയിൽ വലിയ അസ്ഥിക്കൂമ്പാരങ്ങളുടെ ഇടയിൽപ്പെട്ട് ചുറ്റി നടക്കുന്ന നീ അസ്ഥിയോട് പ്രവചിക്കാൻ പറയപ്പെടുത്തേനൊക്കെ അസ്ഥി അല്ലേ കർത്താവെ, അസ്ഥിയെ കേൾക്കുമെന്നൊന്നും തിരിച്ചു ചോദിക്കാന്നല്ല പ്രവചിച്ചു അല്ലേ. അത് ഇസ്രായേൽ ജനത്തെ കാണിക്കുന്നത് നമുക്ക് എന്താണ് ഞാൻ പറയാൻ പറഞ്ഞ ലോജിക് ഒന്നും ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉണ്ട് ചില വീട്ടിലൊക്കെ ചെന്ന് ആദ്യമായിട്ടൊക്കെ ചെല്ലുന്ന സ്ഥലമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവ് ഇത് പറയണം. കാരണം വെച്ചാൽ ചിലപ്പോ തല്ല് കിട്ടുന്ന കണക്കായിരിക്കും പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ ദൈവം എന്നെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ രഹസ്യമായിട്ട് കർത്താവ് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ, ഞാൻ കർത്താവ് ഞാൻ തന്നെ പറയണോ, ഞാൻ പറയാൻ പറഞ്ഞ പിന്നെ ഒന്നും നോക്കത്തില്ല, കണ്ണടത്തിൽ ഒറ്റ കീറാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് പക്ഷെ അത് പറയുമ്പം ഹല്ലേലൂയ ദൈവം പറഞ്ഞിട്ട് പറയുന്ന ഒരു ബോധം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവിടെയൊക്കെ അടി കിട്ടിയിട്ടില്ല, അവരൊക്കെ ആമേൻ നിലവിളിച്ച് ഹല്ലേലൂയ വാ വിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞ് സമർപ്പിക്കുന്നത് കണ്ടിട്ട്. കാരണം കർത്താവ് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നും, ദൈവമേ ഇത് ഞാൻ പറഞ്ഞ് എനിക്കിട്ട് കിട്ടുമോ എന്ന് തോന്നും. പക്ഷെ ഇല്ല, ദൈവത്തിന്റെ വായിന്ന് കേൾക്കുകയാണെങ്കിൽ, നീ ആ വാക്കടെ പറയുകയാണെങ്കിൽ ഹല്ലേലൂയ. ചിലടത്ത് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ ഞാൻ പറയും, കർത്താവ് ഞാനിത് പറയത്തില്ല, കാരണം വെച്ചാൽ നീ എനിക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ പറഞ്ഞ അവരത് ഏറ്റെടുക്കത്തില്ല, അല്ലെ നമ്മൾ പറഞ്ഞ അതൊരു മൈൻഡ് ചെയ്യത്തില്ല, അത് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് സമയത്ത് നമ്മൾ കർത്താവ് നീ വേറെ ആരെയും കൊണ്ട് പറയിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട്. പക്ഷേ ബാക്കിയുള്ള കടക്കെല്ലാം ദൈവം എന്ത് പറയുന്നത് അത് പറയുമ്പോൾ അവർ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത് ആമേ ഹല്ലേലൂയ ഒരു സത്യമായ കാര്യം. ഇവിടെ പറയുന്ന താഴോട്ട് വായിക്കാം സിസ്റ്ററെ, 9 വാക്യം. എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ടുതിരിയാഞ്ഞാൽ അവൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും,
നീയോ നിന്റെ പ്രാണനെ ആമേ. രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ മരണം എന്തായാലും ഉറപ്പാ ദുഷ്ടനല്ലേ. ഒന്നില് വിട്ട് തിരിച്ചിട്ട് തിരിയാതെ മരിക്കും, അല്ലെ വിട്ട് തിരിഞ്ഞു മരിക്കും. എന്താണെങ്കിലും മരണം ഉണ്ടെന്നൊക്കെ. പക്ഷെ ഒരിടത്ത് ദൈവം പറയുന്നത് അതുപോലെ പറഞ്ഞ് അവനെ പ്രബോധിപ്പിച്ച് അവനെ മടക്കി കൊണ്ട് വന്നില്ലെങ്കിൽ അവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. ചില ആൾക്കാരോടൊക്കെ നമ്മളിപ്പം ചില ആൾക്കാരൊക്കെ എന്താ പറയാ ദുഷ്ടതയും മ്ലേച്ഛതയും അല്ലെങ്കിൽ മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് നടക്കുന്ന കണ്ടിട്ട് അവരോട് പറയാൻ നമുക്ക് മടി. അയ്യോ അവരോട് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവരല്ലെങ്കിൽ നമ്മളെ അങ്ങനെ കരുതും ഇങ്ങനെ കരുതും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പേടിച്ച് നമ്മളിപ്പോൾ പറയാതിരിക്കും. പക്ഷെ പറയാതിരുന്ന അവൻ അതിൽ മരിച്ചു കഴിഞ്ഞാൽ ആ രക്തം നമ്മളോട് ചോദിക്കുന്നതാവും. ഇനിയിപ്പോൾ നമ്മൾ പോയി പറഞ്ഞിട്ടും അവര് കേൾക്കുന്നില്ല, അവരെ വിട്ടു തിരിയുന്നില്ല, അവരത് അനുസരിക്കുന്നില്ല, അവരതിൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. രണ്ടാണേലും മരണം ഉറപ്പാണ്, ദുഷ്ടന് മരണം ഉറപ്പാണ്. പക്ഷേ ഇവിടെ പറയുന്നത് 9-ാം വാക്യം, എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിയേണ്ടത് നീ അവരെ ഓർമ്മപ്പെടുത്തിയിട്ടും. അപ്പൊ നീ കാണിക്കുന്ന ദുഷ്ടതയല്ല, നീ കാണിക്കുന്നത് നല്ലതല്ല, നീ കാണിക്കുന്ന ദൈവത്തിന്റെ ഹിതമല്ല, അല്ലെ ദൈവത്തിന് വിരോധമാണ്, അല്ലെ വചനത്തിന് വിരോധമാണ് ഇതെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞിട്ട് അമ്മ എന്നിട്ട് അവൻ തന്റെ വഴി വിട്ടു തിരിയാഞ്ഞാൽ, ഇതെല്ലാം പറഞ്ഞിട്ടും നമ്മളിപ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ നിൽക്കുന്നവർ നമ്മൾ സുവിശേഷം പറയുന്നില്ലേ? പറയാതിരുന്നിട്ടാണ് അവർ വരാത്തത്, അവരറിയാത്തത് അല്ല. നമ്മളെപ്പോഴും അവസരം കിട്ടുമ്പോഴെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവര് കേൾക്കുക, പക്ഷെ അവര് ഒരു മൈൻഡും ഇല്ല, ഇങ്ങനെ കേട്ട് ഇങ്ങനെ കളയുന്നു. അതില് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരാളെ കണ്ടപ്പോൾ ദൈവം പറയാ ഭയങ്കര കാശുകാരനാ, അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിൽ ഉന്നതമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയ്യോ അവരോടൊക്കെ എങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാതെ പോന്നു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അല്ലേ? അത് ഏത് ഉന്നതനാണെന്നൊന്നും നോക്കണ്ട, ദൈവം പറയാൻ പറഞ്ഞ അങ്ങ് പറഞ്ഞേക്കണം. അതിപ്പോ ആരിരിക്കുന്നത് ഏതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാണ്, ജ്ഞാനപ്പെട്ടാണ്, ദൈവത്തെ കർത്താവിനെ അറിഞ്ഞാണ്, അതൊക്കെ ചോദിക്കാൻ ഒരു മടിയും കണ്ടില്ല. ഞാൻ കയറി ചോദിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അവരെ കർത്താവിനെ അറിയാനായിട്ട് ഇടയാക്കുന്നത്. എനിക്ക് ഒത്തിരി ആൾക്കാരുടെ മുഖമൊക്കെ ഞാൻ ദൈവം കാണിച്ചെന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവരെ നേരിട്ട് കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ എന്ന് പറയും. കാരണം എന്ത് നമുക്ക് അവസരം കിട്ടുന്ന എന്താ, ദൈവം നമ്മുടെ മുമ്പിലെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി നമ്മൾ കർത്താവിനെ കുറിച്ചൊരു വാക്കെങ്കിലും പറയാം. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞേക്കണം, ചെല്ലുമ്പോഴേ പറഞ്ഞേക്കണം, ഞാൻ ബോൺ അഗെയിൻ ക്രിസ്ത്യനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടാണ്, സ്നാനപ്പെട്ടാണ്, ഒരു വേർപാടുണ്ട് എനിക്ക്. എന്താന്ന് വെച്ചത് പറയുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പം ചിലപ്പോൾ എന്തെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറേ മാറ്റങ്ങൾ വരും. നമ്മൾ അങ്ങനെ അറിഞ്ഞൊക്കെ പറയും പലപ്പോഴും. അല്ലെങ്കിൽ കള്ളത്തരം കപടതയും ബിസിനസ്സിനകത്തൊക്കെയാണ് കുറെ പറ്റിക്കലും അതൊക്കെ ഇങ്ങോട്ട് പറയാനായിട്ട് ചാൻസ് കൊടുക്കരുത്. ഇതാന്ന് അറിഞ്ഞാൽ പലരും പറയത്തില്ല. കാരണം എല്ലാവർക്കും നമ്മള് പെന്തക്കോസ്തുകാരെക്കാട്ടി കൂടുതൽ വിശ്വാസികളെക്കാട്ടി കൂടുതൽ ജാതികൾക്കൊരു കാര്യം ഉറപ്പാട്ടെ, ഇവര് കള്ളം ചെയ്യത്തില്ല. നമ്മുടെ യുഎയിലൊക്കെയാണ് അറബ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർക്ക് ബോൺ അഗെയിൻ ക്രിസ്ത്യൻസിന് ഭയങ്കര റെസ്പെക്ട്. കാരണം വെച്ചാൽ അവർക്ക് ഒരു കാര്യം ഉറപ്പാ, ഇവര് വേർപെട്ട അല്ലെങ്കിൽ ഇവർ സത്യസന്ധരായ ജനങ്ങളാണെന്നൊക്കെ. പക്ഷേ അല്ലെന്നുള്ള കാര്യം ഇപ്പം നമ്മുടെ ആരൊക്കെ ഉള്ളതൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ പുറമേ ഉള്ളവരുടെ വിചാരം അങ്ങനെ. ഇന്ന് ആ പേരൊക്കെ മാറിപ്പോയി കഴിഞ്ഞ് എന്തും കാണിച്ചു കൂട്ടാനായിട്ട് ഒരു മടിയില്ലാത്തത്. അവരോടൊക്കെയാണ് ഇപ്പൊ കർത്താവ് സംസാരിക്കുന്ന ആലോചിച്ചോണം. കാരണം നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ അതിനെക്കാട്ടി കഷ്ടമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറയാം, വചനം കേട്ട ശേഷം എല്ലാവർക്കും തിരിച്ചറിഞ്ഞ് നമ്മൾ നല്ല കാവൽക്കാരാണോ എന്നൊക്കെ പറയുന്ന വചനം കേട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ പറയുന്നത് അവൻ നീയോ മനുഷ്യ അതുകൊണ്ട് മനുഷ്യത്വ നീ അവിടെ പറയുന്ന വഴി വിട്ട് തിരിഞ്ഞാൻ അവൻ തന്റെ അകൃത്യം നീയോ നിന്റെ പ്രാണൻ രക്ഷിച്ചു. അപ്പൊ അവനോട് നമ്മൾ പറഞ്ഞു, പക്ഷെ അവൻ വിട്ടു തിരിയുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം അവൻ എന്തായാലും മരിക്കും. പക്ഷെ നീ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. വായിച്ചു സിസ്റ്റർ അടുത്ത വാക്യം. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലിരിക്കുന്നു, അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ തിരുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറക. ആമേൻ, സ്തോത്ര. ഇവിടെ പറയുന്നത്, അതുകൊണ്ട് മനുഷ്യപുത്രൻ ഇസ്രായേൽ ഗൃഹത്തോട് പറയുന്നത്, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേൽ ഇരിക്കുന്നു,
അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നു. ഹാലേലൂയ. അപ്പം അവര് ഇസ്രായേൽ ഗൃഹം പറയുന്നത് എന്താ? അകൃത്യങ്ങളും പാപങ്ങളും ഞങ്ങൾ ഇതിനകത്തങ്ങ് മൂടിക്കിടക്കുകയാണ്. ഇനി ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇതിൽ തന്നെ അങ്ങ് ജീവിച്ച് ഇതിൽ തന്നെ അങ്ങ് മരിച്ചേക്കാം എന്ന് ചില ആൾക്കാർ പറഞ്ഞു. ഞാൻ ജനിച്ചത് മുതലേ അപ്പനമ്മമാര് കാണിച്ചു തന്നത് ഈ വിശ്വാസമാണ്. ഇനിയിപ്പോ ഇതിൽ നിന്ന് എന്തിനാ മാറുന്നത്? ഇതിൽ കടന്നു ജീവിച്ച് ഇതിൽ തന്നെ അങ്ങ് മരിച്ചേക്കാം. പലരും പറയുന്ന ഡയലോഗ് ഇങ്ങനെയല്ലേ അല്ലെ? ഞങ്ങളെ അപ്പനമ്മമാര് കാണിച്ചു തന്ന അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ അപ്പനമ്മമാര് കാണിച്ചു തന്നത് ആലേലിയ വഴി അവർക്ക് ചിലപ്പോ അറിയത്തില്ലായിരുന്നാണ്. ഇന്ന് അപ്പനമ്മമാര് കാണിച്ചെന്ന് അപ്പനമ്മമാർ എത്രയോ പേര് കൃഷിക്കാരുടെ മക്കൾ ഇന്ന് ഗവൺമെന്റ് ഉദ്യോഗം ചെയ്യുന്നു. എന്നാ പിന്നെ കൃഷിപ്പണി ചെയ്താ പോരായിരുന്നു അല്ലേ? എത്രയോ മീൻ പിടിക്കുന്നവരുടെ മക്കൾ ഇന്ന് ആലേലിയ നല്ല ഫോറിൻ കൺട്രീസിലൊക്കെ പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. എന്നാ പിന്നെ മീൻ പിടിച്ചാൽ പോരായിരുന്നു. അപ്പനമാര് കാണിച്ചത് വഴിയാണ്. പിന്നെ അതൊക്കെ ഫോളോ ചെയ്താൽ പോരാ. എന്തിനാ ഇതൊക്കെ മാറി ചിന്തിക്കുന്നത്? പക്ഷെ ഇത് പറയുമ്പോൾ മാത്രം ഞങ്ങളുടെ അപ്പനും അമ്മയും കാണിച്ചു തന്നെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്നാൽ മാത്രമേ അപ്പനും അമ്മയൊക്കെ കാണിക്കുന്ന കണക്ക് അത്യാവശ്യം വേണ്ട അരികിടെയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് അത്. ഹാലയിലെ അവിടെ ഇവിടെ ഇസ്രായേലിന് അതുപോലെ പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് കിടക്കില്ല. പക്ഷെ ദൈവത്തിന്റെ മനസ്സ് എന്താണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്? ദൈവം പറയുന്നത് ഹാലിയെ എന്നാണ് ആരെക്കുറിച്ചാ പറയുന്നത്? ദൈവം പറയുന്നത് ദൈവം എന്നാണ്. മറ്റൊരാളെ കുറിച്ച് ആണയിടാ. ദൈവത്തെ കുറിച്ച് വലിയ സത്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ദൈവം പറയും എന്നാണ് എന്നെ കൊണ്ടായി പറയും എന്നാണ് എനിക്ക് എന്താ പറയാ ദുഷ്ടന്റെ മരണത്തിലല്ല ദുഷ്ടൻ തന്നെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുക അത്രയും എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവേ കർത്താവിന്റെ അരുളപ്പാട്. ആമേ. അപ്പൊ ദുഷ്ടനല്ലേ നമ്മളാണ് പലപ്പോഴും ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയം എന്താ പറയാ? ദുഷ്ടന്റെ മരണത്തിലല്ല ദുഷ്ടൻ തന്നെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുക അത്രയും എനിക്ക്. ഞാൻ ചോദിക്കുന്ന എത്രയോ പാസ്റ്റർമാര് കിടന്ന് പറയണോ അവൻ എന്നോട് അങ്ങനെ കാണിച്ചു, ഇവൻ എന്നോട് ഇങ്ങനെ കാണിച്ചു, അവന്റെ ശവം ഒരു കവറിനകത്ത് വാരിക്കൊണ്ടാ വന്നു അവന്റെ എന്ന് പറഞ്ഞ് ആമെ സന്തോഷിക്കുന്ന എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം എന്താന്ന് ദൈവം പറയും. ദുഷ്ടൻ തന്റെ ആമെ ദുഷ്ടതയിൽ മരിക്കുന്നതല്ല ദൈവത്തിന് ഇഷ്ടം. ഹാലയില് ദൈവത്തിന്റെ ഹൃദയം എന്താന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് ആമേ ദുഷ്ടന്റെ മരണത്തിലല്ല ദുഷ്ടൻ തന്നെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുക അത്രേ എനിക്ക് ഇഷ്ടമുള്ളത് യഹോവേ കർത്താവിന്റെ അല്ല. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ദുഷ്ടനാ ദുഷ്ടതയെ മരിച്ചങ്ങ് പോകട്ടെ എന്നല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ആൾക്കാരെ വിട്ട് പറയിക്കത്തില്ല. ഹാലയില് മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ പോലെ ഉള്ളവരെ കൊണ്ട് അവരെ പോയിട്ട് നീ പറ ഞാൻ പറയും പല പ്രാവശ്യം പറയും കർത്താവ് 100 പ്രാവശ്യം പറയും ഇവരും കേൾക്കാതിരിക്കുക ഇനി എന്തിനാ പറയുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ദൈവം പറ എന്ന് പറയുന്നത് കാരണം അവരാ ദുഷ്ടതയിൽ മരിക്കരുതെന്ന ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് മനുഷ്യർ പലരും ഹാലലിയ ശത്രുവിന് ആപത്ത് വരുമ്പോൾ ശത്രുവിന്റെ മരണം കാണുമ്പോൾ ശത്രുവിനെ ഹാലലിയ ഹാലലിയ എന്തെങ്കിലും താഴ്ച വരുമ്പോഴൊക്കെ സന്തോഷിക്കുന്ന ഹൃദയം മനുഷ്യരുടെ എങ്കിൽ അവന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയമല്ല. ദൈവത്തിന്റെ ഹൃദയമുള്ളവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ വീഴ്ചയിൽ അവരുടെ ആപത്തിൽ അനർത്ഥങ്ങളിൽ സന്തോഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ശകാരത്തിന് ശകാരം ചെയ്യരുത്. നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇന്ന് നമ്മൾ അനുഗ്രഹിക്കുന്ന എന്റെ അനുഗ്രഹം ഇവിടെ ഇരിക്കുക, ഇത് ഞാൻ അനുഗ്രഹിച്ചില്ല എനിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞായിരിക്കും. പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും പറയാ ഒരു അടി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല. ദൈവത്തിന്റെ ഹൃദയമാണ് ദൈവം പറയുന്നത്. ഒരു എത്ര ദുഷ്ടം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഞാനിങ്ങനെ ചോദിച്ചു, ഞാനൊരു ന്യൂസ് കണ്ടപ്പോ ഭയങ്കരമായിട്ട് നൊട്ടോറിയസ് ക്രിമിനലാണ് അദ്ദേഹത്തെ കുറിച്ച് വാർത്ത വന്നപ്പോ ഞാൻ ചോദിച്ചു കർത്താവെ നീ ഇവനെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവ് യെസ് അത് എന്റെ രക്തത്തിന്റെ വിലയാണ് ദൈവം പറഞ്ഞത്. അപ്പൊ കർത്താവ് ഇന്ന് നമ്മൾ കാണുന്ന ഏത് വലിയ ദുഷ്ടത ചെയ്ത ആൾക്കാരെയാണെങ്കിലും ദൈവം സ്നേഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഒരു ജയിലിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ എന്തുവാ യുപിയിലൊക്കെ ഈ തടവിലാക്കിയിരിക്കുന്ന ദൈവദാസന്മാർക്ക് ആഴ്ചയിൽ 2 കഷ്ണം ബ്രെഡും കുറച്ച് മഞ്ഞൾ വെള്ളം കലക്കിയതോ കുടിക്കാൻ കൊടുക്കുന്നു ഒരു നേരം കൊടുക്കുന്നത് പറഞ്ഞപ്പം ഞാൻ ചെന്ത് ദുഷ്ടതയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യന് ഭക്ഷണം. അപ്പൊ ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു കർത്താവെ ദാനിയേലിനും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ശാഖഭോജനവും പച്ചവെള്ളവും കുടിച്ചപ്പോൾ അവരുടെ ശരീരം മറ്റുള്ളവരെക്കാട്ടി പുഷ്ടിപ്പെട്ടതുപോലെ ആ 2 പീസ് ബ്രെഡും ഇത്തിരി മഞ്ഞൾ വെള്ളം ആണെങ്കിലും അവരുടെ ശരീരം മറ്റുള്ള ശരീരത്തെക്കാൾ പുഷ്ടിപ്പെട്ടവർ കാണത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല നമുക്കറിയാം. അവരെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് പേര്. പക്ഷെ അത് ഓർത്തുന്നുള്ള ദുഷ്ടത. പക്ഷെ കൊടുക്കുന്ന ആ ഭരണ അധികാരിയെ പോലും ദൈവം സ്നേഹിക്കുന്നു വെച്ചാൽ ദൈവം സ്നേഹിക്കുന്നു പറയത്തുള്ളൂ. ദൈവത്തിന് ജനത്തോട് ദുഷ്ടത കാണിച്ചുകൊണ്ട് അവൻ ദുഷ്ടതയെന്ന് പോകട്ടെ എന്നല്ല ദൈവം അവൻ മാനസാന്തരപ്പെടട്ടെ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
നമ്മുടെയൊക്കെ മനസ്സിലാണ് ഹല്ലേലൂയ അവൻ അടിയിട്ടട്ടെ, അവൻ വീഴട്ടെ, അവൻ ചാകട്ടെ എന്നൊക്കെ പറയാം. പക്ഷെ അല്ല, ദൈവത്തിന്റെ മനസ്സ് അവിടെ പറയുന്ന ദുഷ്ടതയിൽ, തന്റെ ദുഷ്ടതയിൽ മരിക്കുന്നതല്ല. ആമേ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ട് ജീവിക്കുക അത്രേ എനിക്ക് ഇഷ്ടമുള്ളത് യഹോവയെ കർത്താവിനെ അറിവ്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിവിനും ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. അപ്പൊ എന്തോ ഇസ്രായേൽ ഗൃഹത്തെ നോക്കി പറയാൻ ദൈവം പറയുന്നതാ, നിങ്ങൾ എന്തിനു മരിക്കുന്നു വെച്ചാ നിങ്ങൾ എന്തിന് ദുഷ്ടതയിൽ മരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് വിട്ട് തിരിക എന്നാ ദൈവം പറയുന്നത്. നല്ല കാവൽക്കാരാണോ നമ്മൾ? ഹല്ലേലൂയ. ആലോചിക്കാം. അടുത്ത വായിച്ചോ സിസ്റ്റർ. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പറയേണ്ടത്, നീതിമാൻ അതിക്രമം ചെയ്ത നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കയില്ല. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയുമില്ല. നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ അവന്റെ നീതി പ്രവർത്തികൾ ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചതും മടക്കി കൊടുക്കുകയും നീതികേടൊന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. അവൻ ചെയ്ത പാപം ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ ജീവിക്കും. എന്നാൽ നിന്റെ സ്വജാതിക്കാർ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. അവരുടെ വഴി എത്രേ ചൊവ്വല്ലാതെ ഇരിക്കുന്നത്. നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞു നീതികേട് പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. എന്നിട്ടും കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സ്വജാതിക്കാരുടെ ആദ്യം പറഞ്ഞ ഇസ്രായേൽ ഗൃഹത്തോട് നീ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഇവിടെ പറയുന്ന അടുത്ത പറയുന്നത് സ്വജാതിക്കാരോട് പറയും. ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ പറയും നിങ്ങള് പുറമേ നിൽക്കുന്ന ജാതികളോട് പോയി പറ എന്ന് പറഞ്ഞതിന് ശേഷം പറയാ ഈ സഭയ്ക്കുള്ളിൽ നിൽക്കുന്നവർ നോക്കിയെന്ന് പറഞ്ഞേക്കും. എന്താ സഭയ്ക്കുള്ളിൽ നിൽക്കുന്നവർ വിചാരം എന്നിട്ട് നമ്മളങ്ങ് നീതിമാന്മാരാണ്. അതെന്താ കാര്യം? ശരിയാ, നീതിമാന്മാരാണ്. കർത്താവ് തന്റെ രക്തത്താൽ നീതീകരിച്ചിരിക്കുന്നത് നമ്മൾ നീതിമാന്മാർ തന്നെയാണ്. പക്ഷെ ഈ നീതിമാനാണെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാൻ ലൈസൻസ് അല്ല എന്നാ ദൈവം പറഞ്ഞു. എന്ത് ചെയ്താലും പറയും യേശു രക്തത്താൽ നീതീകരിക്കപ്പെട്ട നീതിമാന്മാരാണ് നിങ്ങൾ, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് പാപം കണക്കിടത്തേ ഇല്ല എന്നാണ് പലരെയും ചെയ്യുന്നത്. അല്ലെങ്കിൽ കൃപയാൽ ഞങ്ങളെ രക്ഷിച്ചേക്കുന്നതുകൊണ്ട് ഇപ്പൊ ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാനുള്ളതിന് എല്ലാത്തിനും കൂടെ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് കണക്കിടത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്വജാതിക്കാരോട് പറയാൻ ദൈവം പറയുന്നത്. സ്വജാതിക്കാരെന്ന് വെച്ചാൽ എന്താ? വേർപെട്ട ജനമാണ്, ദൈവത്തിന് വേണ്ടിയിട്ട് വേർപാട് അനുഷ്ഠിക്കുന്നത്. പക്ഷെ അവരെ നോക്കി പറയുകയാണ് സ്വജാതിക്കാരോട് പറയുന്നത്, നീതിമാൻ അതിക്രമം ചെയ്ത നാളെ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. എന്താന്ന് പറഞ്ഞേ? നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കില്ല. പക്ഷെ പുതിയ നിയമ ഇസ്രായേലിന് വിശ്വാസികൾക്ക് ഇച്ചിരിയും കൂടെ പ്രിവിലേജ് ഉണ്ട്. കാരണം ദൈവം നമ്മളെ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിലൂടെ കാണുന്നത് കൊണ്ടും ഒക്കെ കുറച്ചടിയൊക്കെ കൊള്ളാതെ തട്ടുമുട്ടൊന്നും ഇല്ലാതൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് ഒരു വാസന. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ദൈവം പറഞ്ഞേക്കുന്നത്. നീതിമാൻ തന്റെ നീതി വിട്ട് തിരിയുന്ന നാളിൽ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കത്തില്ല. പിന്നെ നീ നീതിമാനായിട്ട് രക്ഷിക്കോളൂ എന്നല്ല. ഒരു കാര്യം ഞാൻ പറയാം, അവര് ദൈവം ഇവിടെ പറഞ്ഞ മനം തിരിയണം, കർത്താവിലേക്ക് തിരിഞ്ഞണം. അപ്പൊ നമ്മുടെ മനസ്സ് തിരിഞ്ഞില്ലെങ്കിൽ അത് പാപം ചെയ്യാൻ ലൈസൻസ് ആണെന്നുള്ള പ്രിവിലേജ് നമ്മളങ്ങ് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ രക്ഷിക്കത്തൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് കൊണ്ട് ഇത് തെറ്റാണ്, ഇത് കുറവാണ്, അല്ലെങ്കിൽ ഇത് പാപമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്ത് ഹൃദയത്തിൽ അതിന് ഏറ്റെടുത്ത് വായ കൊണ്ട് അത് ഏറ്റു പറഞ്ഞു ദൈവസന്നിധിയിൽ ഉറച്ച നിലവിളിയോട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമെങ്കിൽ അത് ക്ഷമിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകും.
എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇന്ന് പലർക്കും അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണാറുണ്ട് കേട്ടോ പലരുടെ കാര്യങ്ങളിൽ. ഹല്ലേലൂയ. അവൻ കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കാതൊക്കെ ഇരിക്കുന്നവർക്ക് അടിയൊക്കെ കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം നീതി ഇവിടെ ന്യായവിധിയൊക്കെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നതാണ്. എന്നിട്ട് പറയുന്നത് അവനെ അതിക്രമം ചെയ്യുന്ന നാളെ അവന്റെ നീതി അവൻ രക്ഷിക്കില്ല. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടു തിരിയുന്ന നാളെ തന്റെ ദുഷ്ടത ഇടറി വീഴുകയുമില്ല. അടുത്ത എന്താ? ദുഷ്ടൻ നീതിമാൻ നീതികേട് പ്രവർത്തിക്കുന്ന നാളിൽ പോയി. പക്ഷെ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞാൽ അവൻ ഇടറി വീഴത്തില്ലെന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ഒരു പാപി മാനസാന്തരപ്പെട്ട ഭയങ്കര വലിയ സംഭവം. കർത്താവ് ഇതുവരെയുള്ള പാപങ്ങളെല്ലാം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കർത്താവ് വാക്കൊന്നും മാറ്റത്തില്ല. കർത്താവ് അങ്ങനെ തന്നെ ചെയ്തു. അത് പുതിയ നിയമമാണെങ്കിലും പഴയ നിയമമാണെങ്കിലും കർത്താവ് എപ്പോഴും വാക്കൊന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞ പിന്നെ അവൻ ഇടറി വീഴത്തൊന്നുമില്ല. നീ പണ്ട് ചെയ്ത എല്ലടാ വെച്ച് നിന്നെ ഒന്നുകൂടെ തള്ളി ഇട്ടെന്നല്ല, നിനക്ക് രണ്ടടിയും കൂടെ തട്ടൊന്നും പറയത്തില്ല. അത് മറന്നു. മനുഷ്യരാണ് പിന്നെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത്, ദൈവം അങ്ങനെ വെക്കത്തില്ല എന്നുള്ളതാണ്. അതായത് അടുത്ത് പറയുന്നത് നീതിമാൻ പാപം ചെയ്യുന്ന ആളെ അവന് തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നീതിമാനൊക്കെയാണ്, പക്ഷെ പാപം ചെയ്തിട്ടും പിന്നെ നീതിയിലാ ജീവിക്കുന്ന പറയരുത്. ഇന്ന് പലരും സംസാരം പ്രവൃത്തി അങ്ങനെയല്ലേ. എന്ത് പാപം ചെയ്താലും ഞങ്ങൾ നീതിമാന്മാരാ. പക്ഷെ അല്ല, ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. ജീവിപ്പാൻ കഴിയില്ല. നീതിമാൻ ജീവിക്കുന്നുവെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ അവന്റെ നീതി പ്രവർത്തി ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികളുടെ നിമിത്തം അവൻ മരിക്കും. ഹാലയിൽ ഇന്ന് എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഞാൻ രണ്ട് ചാരിറ്റിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീതിമാനായിരുന്ന പലരുടെ വിശ്വാസം. നീ എന്ത് ചാരിറ്റി ചെയ്താലും നീ നിന്റെ നീതികേട് തന്നെയാണെങ്കിൽ ഒരിക്കലും നീ നീതിമാനാകത്തില്ല. നിന്റെ അകൃത്യം കണക്കിടാതെ ഇരിക്കത്തില്ല. കാരണം നമ്മള് ഇവിടെ അബ്കാരി ബിസിനസ് ചെയ്യുന്നവരൊക്കെ, ബാറ് അതൊക്കെ നടത്തുന്നവരൊക്കെ അവിടെ നിന്നൊക്കെ വലിയ പൈസ ഒക്കെ കൊണ്ടാണ് ചർച്ചകൾക്കൊക്കെ കൊടുക്കുന്നത്. ഒരു പ്രയോജനവും ഇല്ല. ഒരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ. ഇപ്പം പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവർ പോയി പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് കാശ് കൊണ്ട് പള്ളി കൊടുത്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ സിസ്റ്റർ? ഇല്ല. കള്ളം പോയി കട്ടിട്ട് വന്നിട്ട് മോഷ്ടിക്കാൻ പോയി മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് കൊണ്ട് ദൈവത്തിന് കൊടുത്തേക്കും. ദൈവം ഈ മോഷണ മുതലിന്റെ പങ്ക് മേടിക്കായിരിക്കും ദൈവമാണ് എനിക്കുന്നത്. പലരും വിചാരം ഇതൊക്കെയാണ്. എങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചും ഹാലയിൽ കുറച്ച് ഉണ്ടാക്കിയിട്ട് കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിയ സംഭവമാണ്. ഇല്ലെന്നേ. അതുപോലെ ഹല്ലേലൂയ, അവൻ നടക്കുന്ന വഴി നേരല്ലെങ്കിൽ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ ഹല്ലേലൂയ, അവൻ എങ്ങനെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊന്നും കണക്കിടത്തിലും തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ കേട്ടെങ്കിലും ദൈവം ജനത്തിന്റെ കാതുകളൊക്കെ ഒന്ന് തുറന്ന് ഹൃദയമൊക്കെ ഒന്ന് തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇന്നത്തെ കാലത്ത് സമൂഹം പലപ്പോഴും അല്ലെങ്കിൽ ഇനിയിപ്പൊ ചർച്ചകളാണെങ്കിൽ പോലും ദൈവദാസന്മാരാണെങ്കിൽ പോലും പലരെ ഉയർത്തിപ്പിടിച്ച് മുമ്പിൽ കൊണ്ട് നിർത്തി ഹല്ലേലൂയ, അവര് ഭയങ്കര സംഭവം സാക്ഷ്യം പറയിക്കുമ്പോൾ അറിയാണ്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവന്റെ ജീവിതം ശരിയല്ലാത്തവനെ കൊണ്ട് നീ പുൽപ്പറ്റിക്കേറ്റ് ഒരു സാക്ഷ്യം പറയിച്ച നീ അവിടേക്ക് വിശ്വാസികൾ കൊടുക്കുന്ന നെഗറ്റീവ് മെസ്സേജ് ആണ്. നിനക്കും ഇങ്ങനെയൊക്കെ വേണ്ടി ജീവിക്കാം, നീ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ, നിന്നെ ഉയർത്തുമെന്ന് പറയാൻ ഇടയാകും. അതുകൊണ്ട് ഒരാളെ പിടിച്ചു നിർത്തി ഒരു മൈക്കെടുത്ത് കൈ കൊടുക്കുന്നതിന് മുമ്പ് അവന്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്നൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചിട്ട് കൊടുത്തത് നല്ലതാണ്. ഇന്ന് പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല ചർച്ചകളെ സെലിബ്രിറ്റികളെ കൊണ്ട് നിർത്തിയിട്ട് ഹല്ലേലൂയ, അവരെ കൊണ്ട് സാക്ഷ്യം പറയും, അവരെ കൊണ്ട് പ്രബോധിപ്പിക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ ഇവരെ എന്ത് ജീവിത വിശുദ്ധി ഉണ്ടായിട്ട് അവിടെ കൊണ്ട് നിർത്തുന്നത്? എന്താണ് ജനത്തിന് കൊടുക്കുന്ന മെസ്സേജ്? എന്താ ഇവരുടെ അവരുടെ ജീവിതം എന്താ? ഇന്ന് മീഡിയ എല്ലാം കൊട്ടിഘോഷിക്കുമ്പോൾ ഹാലേലിയ, അതിനകത്തൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയെ കൊണ്ട് നിർത്തിയിട്ട് ഹാലേലിയ, അയാളെ കൊണ്ട് ജനത്തെ പ്രബോധിപ്പിക്കുക. എന്ത് മെസ്സേജാ കൊടുക്കുന്നത് ജനത്തിന്? ജനത്തിന്റെ ഉള്ളിലും അവൻ പുതിയ വിശ്വാസിയാണ്, അവന്റെ ഉള്ള ആ പുള്ളിക്കാരന് സാക്ഷ്യം പറഞ്ഞേക്കുന്നത്തേക്ക് പുള്ളി സാക്ഷ്യമാണോ? ഹാലല്ലേ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഞാനും സാക്ഷ്യമാകാമെന്ന് ചിന്ത വരത്തില്ലേ? ഇത് ഓർക്കണം. ഹല്ലേലൂയ, ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അവരെന്ത് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും, അവൻ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. ശരിയാണ്, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ടാവും. അനാഥരായവർക്ക് വേണ്ടി ചിലപ്പോൾ വല്ലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം ചെയ്താലും അവന്റെ നീതികേട് അവന് നിൽക്കുകയാണെങ്കിൽ ഈ പ്രവർത്തികൾ കൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവും.
പക്ഷെ അവൻ നീതികേട് വെട്ടുതിരിഞ്ഞിട്ട് അല്ലെ അവൻ അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ പറ്റുള്ളെങ്കിൽ പോലും വിധവയുടെ 2 കാശിനെ മാനിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഹാലെ അല്ലാതെ ആമേ ആമെ 2 കോടി കൊണ്ട് കൊടുത്തവരെ മാനിച്ചെന്നല്ല എഴുതിയിരിക്കുന്ന. ആമെ ആ വിധവയുടെ 2 ചില്ലിക്കാശിനെ ആമെ മാനിച്ച് അത് ഏറ്റവും അധികമായിട്ട് എല്ലാവരും ചെയ്തിട്ടേക്കാട്ടി അധികം അവൾ ഇട്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ ഹൃദയത്തെ നമ്മൾ കാണേണ്ടത്. അപ്പൊ കൊടുക്കുന്ന ഹാലേലിയ ആമെ വലിപ്പത്തിലല്ല, അവരുടെ മനസ്സിനെ ആ ദൈവം ഹാലേലിയ കാണുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരാൾ സന്തോഷത്തോടു കൂടി ഹാലേലിയ അല്ലെ സ്നേഹത്തോടു കൂടി നമുക്ക് തരുന്ന എമൗണ്ടിന്റെ വലിപ്പത്തെ അല്ല നമ്മൾ കാണേണ്ടത്, ഹാലേലിയ അവരുടെ ഹൃദയത്തെ നമ്മൾ കാണേണ്ടുന്നത്. ആ ഹൃദയത്തെ നമ്മൾ ഹാലേലിയ ആമെ ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ അനുഗ്രഹിക്കേണ്ടുന്നത്. അല്ലാതെ എനിക്ക് ഇത്രയും വലിയ എമൗണ്ട് വന്നവരെ കൂടുതൽ ഞാൻ അനുഗ്രഹിക്കട്ടെ, ഇത്രയും കുറച്ച് വന്നവരെ ഞാൻ കുറച്ചൊന്ന്, അങ്ങനെ അല്ല. ഹാലേലിയ ആമേ നമുക്ക് ഞാൻ ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആണെങ്കിലും ഞാൻ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഇഷ്ടംപോലെ പൈസ അയച്ചു തരുന്നുണ്ട്. ഇതിലൊന്നും ഞാൻ പറയത്തില്ല, കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചിട്ടല്ല, എന്നെ അറിഞ്ഞ് ഹല ചെയ്യുന്നത്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എനിക്ക് 1 രൂപ പോലും ഇന്നുവരെ തരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരുപോലെ പ്രാർത്ഥിക്കുന്നു. ഒരു പേര് കൃത്യം വെക്കാറില്ല, കാരണം അവരെ കുറിച്ച് വെളിപ്പാട് കാണിച്ചാലും അത് തന്നെ പറയും, ഇവരെ കുറിച്ച് വെളിപ്പാട് കാണിച്ചാൽ അതുപോലെ. കാരണം വെച്ചാൽ നമുക്ക് തരുന്ന വലിപ്പത്തിലല്ല ഹാലേലുയ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹാലേലുയ നമുക്ക് ദൈവം തരുന്ന ഹാലേലുയ ആമേ ശബ്ദത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ല ദൈവം തരുന്ന ഹാലേലിയ ആമേ ഓരോ വിഷയം ഞാൻ എന്റെ പേഴ്സണൽ പ്രയറിൽ ചില സമയത്ത് ഇരിക്കുമ്പോൾ ആമേ നിങ്ങൾ മാത്രമല്ല ഞാൻ പറയും, എന്നോട് പലപ്പോഴും പല ദൈവദാസനും അങ്ങനെ പലരെ കുറിച്ച് ദൈവം ഞാൻ മുഖം ഇങ്ങനെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. കാരണം ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പലരും ദൈവം എന്നോട് അങ്ങനെ ഇടപെടും, പലരെയും മുഖം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കാണിക്കും. ഹാലേലിയ കാണിച്ചാൽ അപ്പൊ എനിക്കറിയാം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. ഡെഫിനറ്റ്ലി ദൈവം എന്നെ ആ മുഖം കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വിഷയം നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെ അവരപ്പം ഒരു പ്രതിസന്ധിയില്ല. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ നമ്മളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ, അവർ എത്ര വർഷം നമ്മളെ വിളിച്ചിട്ടല്ല, എത്ര വർഷം നമ്മൾ കണ്ടിട്ട് എന്നൊക്കെ വിചാരിച്ചാൽ ഹാലേലിയ പ്രാർത്ഥിക്കാതിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കത്തില്ല ഹാലേലിയ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഹാലേലിയ അവർ നമ്മളെ വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ അന്വേഷിക്കുന്നുണ്ടോ ഒന്നും വിഷയമല്ല. പക്ഷെ ദൈവം ഒരാളുടെ മുഖം കാണിച്ച് നമ്മൾ പ്രാർത്ഥിക്കാതെ എഴുതിട്ട് പോകരുത്, അല്ലെ അത് അവിടെ തരുന്ന. അപ്പൊ കർത്താവിന്റെ ഹൃദയം ഇതാണെങ്കിൽ ഹാലെ നമ്മുടെ ഹൃദയം അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ ഹാലെ ഇവിടെ പറയുന്നത് അമ്മേ നീ മരിക്കും, എന്നിട്ട് അവർ പറയാം ആ നാൾ അവന് നീതിയാൽ ജീവിപ്പാൻ കഴിയാം, നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നെങ്കിൽ അവന്റെ നീതിപ്രതി ഒന്നും അവന് കണക്കിടുന്നില്ല. വീണ്ടും എടുത്തു പറയുന്നത് ഹാലെ നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അവൻ നീതി അവൻ തന്റെ നീതി ആശ്രയിച്ച് അകൃത്യം അവൻ നീതിമാനാണെന്ന് പറഞ്ഞ് ഈ നീതി ആശ്രയിച്ചിട്ട് അകൃത്യം പ്രവർത്തിക്കുന്നെങ്കിൽ അവന്റെ നീതിപ്രവൃത്തി ഒന്നും കണക്കിടത്തില്ലെന്നാണ്. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും, എന്നാൽ ഞാൻ ദുഷ്ടനാണ് നീ മരിക്കുക എന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടത്തിന് നീതി ന്യായം പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ച് മടക്കി കൊടുക്കുകയും നീതികേടൊന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. അപ്പൊ ദുഷ്ടനോട് നീ ഇതൊക്കെ ദുഷ്ടതയായിട്ടാ ചെയ്യുന്ന എല്ലാം പറയാം. ദുഷ്ടൻ അതെല്ലാം നമ്മളെ ഹാലേലിയ സുവിശേഷത്തെ കാണുന്നില്ലേ? അല്ലെ ഒരു ചുങ്കക്കാരന്റെ വീട്ടിലേക്ക് കർത്താവ് യേശു ക്രിസ്തു ചേർന്ന് ചെന്നപ്പോ എന്താ പറഞ്ഞ, കർത്താവെ ഞാൻ അധികമായി വാങ്ങിച്ചതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തേക്കാം. ഹാലേലിയ ഇതെല്ലാം പറയുമ്പോ ആ നിമിഷം അവനോട് ദൈവം ആ നിമിഷം തന്നെ അവനും അവന്റെ കുടുംബത്തിന് രക്ഷ വന്നു. എന്താ ഹാലേലിയ അവനുള്ളിലെ ബോധം ഞാൻ ചെയ്ത അന്യായമാണെന്നൊരു ബോധം വന്നിട്ട് അവനത് അന്യായം ഇനി ഞാൻ ചെയ്യത്തില്ല കർത്താവ് എന്നല്ല, ചെയ്തെല്ലാം തിരിച്ച് കൊടുത്തേക്കാവുന്നൂടെ പറയുന്നത്. അങ്ങനെ ചെയ്യുമെങ്കിൽ ഹാലേലിയ ഇവിടെ പറയുന്നത് ദൈവം പറയുന്നത് അങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ ആമേ അവിടെ പറയാം അവൻ ചെയ്ത പാവം ഒന്നും അവനെ കണക്കിടയില്ല. അതുവരെ ചെയ്ത പാവം ഒന്നും അവന് കണക്കിടത്തില്ലെന്ന് പറയുന്നത്. അവൻ നീതി ന്യായം പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ ജീവിക്കും. ആമേ അപ്പൊ അവൻ ജീവിക്കുന്ന വെച്ചാൽ എന്നേക്കും ജീവിക്കുന്ന അർത്ഥത്തിൽ ദൈവം പറയുന്നത് അവന് നിത്യജീവന്റെ അവകാശിയെ മാറുമെന്നാ പറയുന്നത്. എന്നാൽ നിന്റെ സ്വജാതിക്കാർ എന്നിട്ട് പറയാം നിന്റെ സ്വജാതിക്കാർ ഇപ്പൊ നമ്മൾ പറയാം ഇപ്പൊ ദൈവസഭയിൽ ഉള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആമേ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. അവരുടെ വഴി എത്രയോ ചൊവ്വില്ലാതിരിക്കുന്നു. നീതിമാൻ തന്നെ നീതികേട് വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും. നീതിമാൻ നീതി വിട്ടുതിരിഞ്ഞ് അതാ പ്രവർത്തിക്കുന്നെങ്കിൽ അതിൽ തന്നെ മരിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടത്തിൽ നീതി ന്യായം പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. എന്നിട്ടും കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. ഹല്ലേലൂയ. അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് അങ്ങനെ തന്നെ, ഓരോരുത്തരുടെയും നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും കർത്താവ്. അല്ലെ രാവിലെ പലരും വിചാരിക്കുന്നു ദൈവമേ വെളുപ്പാങ്കാലത്ത് ഉറക്കം കളഞ്ഞ് എഴുന്നേറ്റ് വന്ന് കയറിയിരിക്കാൻ ഒരു നല്ല മെസ്സേജ് കേൾക്കാന്നൊക്കെ വിചാരിച്ച് വന്നിരുന്നതാ. പക്ഷെ വിരസൂസ് രാവിലെ
നീതിമാനെയും ദുഷ്ടനെയും നീതികേടും ന്യായം വിധിയൊക്കെ കൊണ്ടുവന്ന് ഹാലേലിയ. അല്ല, ഞാൻ പറയും, ഇത് ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. ദൈവം നമുക്ക് കറക്റ്റ് മെസ്സേജ് തന്നെ തരുന്നത്. ഹാലേലിയ. കാരണം നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഹാലേലിയ, നമ്മൾ പറയുന്ന സഭ എന്ന ചട്ടക്കൂട്ടിനുള്ളിൽ തന്നെ ഹാലേലിയ, പലരും ഇന്ന് നീതികേട് വിട്ടുതിരിഞ്ഞ് ഹാലേലിയ ദുഷ്ടത പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരെ നോക്കിയിട്ട് നീ നല്ല കാവൽക്കാരനാണെങ്കിൽ, നീ നിന്റെ വീട്ടിലെ മാത്രം കാവൽക്കാരല്ല, നീ ആയിട്ട് സഭയിലും കാവൽക്കാർ തന്നെയാണ്. ഹാലലൂയ. അവിടെയും നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിന്റെ ദേശത്തിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. ദേശത്തിലെ ജനങ്ങൾ നശിച്ചു പോകുന്ന കാണുമ്പോൾ, അവരെ അകൃത്യത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ, പാപത്തിൽ തന്നെ രസിക്കുന്നത് കാണുമ്പോൾ വിളിച്ച് പറയാനായിട്ട് നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഹാലയ. അപ്പൊ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ദൈവം പറയുന്നത് അവയോട് പറയാ. അടുത്ത നമ്മുടെ 34 വാക്യത്തിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ അവിടെ ഇടയന്മാരെ കുറിച്ച് കർത്താവ് പ്രവചിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയമില്ല. ഹാലേലിയ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പം അവിടെ ഇടയന്മാരെ കുറിച്ച് ഒരു വാക്ക് നമുക്ക് ആ രണ്ടാമത്തെ വാക്യം പറയാം. തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലേ ഇടയന്മാർ മേയ്ക്കേണ്ടത്. രണ്ടാം ഭാഗ്യം, മനുഷ്യപുത്ര ഇസ്രായേൽ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കുക. നീ പ്രവചിച്ച അവരുടെ ഇടയന്മാരോട് പറയേണ്ട, യഹോവേ കർത്താവിൻ ഇപ്രകാരം അരുളിച്ചെന്ന്, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഇടയന്മാരുടെ ഉത്തരവാദിത്വം എന്താ? ജനത്തെ മേയ്ക്കണം, ആടുകളെ മേയ്ക്കല്ല, ജനത്തെ. പക്ഷെ ഇവിടെ പറയുന്നത് തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാര് എന്ന് വെച്ചാ അവർക്ക് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല, എനിക്ക് എന്റെ കാര്യം, എനിക്കുള്ളത് കിട്ടണം. ഹാലല്യ. ആമേൻ. അവരെങ്ങനെ നടക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കൈത്ത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? സ്തോത്ര കാഴ്ച കിട്ടുന്നുണ്ടോ? സഭയിലെ ആവശ്യങ്ങൾക്കൊക്കെ തരുന്നുണ്ടോ? അവരെങ്ങനെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവരെ കൃത്യമായിട്ട് കൈത്തരുന്ന ആൾക്കാരാണ് സിസ്റ്റർ. അവരൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക്. പാസ്റ്ററെ അവരും ശരിയല്ലല്ലോ പാസ്റ്റർ, അവരെ ഇത് ഈ കാര്യങ്ങളൊന്നും അവരോട് പറയാൻ പാടില്ലേ, അവരെ അവിടെ നിങ്ങൾ ഇതിങ്ങനെ കണ്ടല്ലോ, അങ്ങനെ കാണുമ്പോൾ അത് മോശമല്ലേ പാസ്റ്റർ എന്ന് പറയും. അത് അവര് കൈത്തൊക്കെ കൃത്യമായിട്ട് തരുന്ന ഒരു കുടുംബമാണ്. നല്ല അത് വലിയ എമൗണ്ടാണ് തരുന്നത്. ഹാലല്ലേ. അവരങ്ങ് പൊയ്ക്കഴിഞ്ഞാൽ നമ്മുടെ സഭയിലെ കാര്യങ്ങൾ മൊത്തം താറുമാറാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ ഹാലയിൽ പറയാനൊന്നും പറ്റത്തില്ല. ഇതാണ് പലരും പറയുന്നത്. ഹാലലിയ. ആരെയാ മേയ്ക്കുന്ന ഇടയന്മാര്? തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർ. അവരെ കുറിച്ച് പറയും, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർ. നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം കൊടുക്കുകയും തടിച്ചിരിക്കുന്ന അറുക്കുകയും ചെയ്യുന്ന ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ല താനും. ഹാലലൂയ. അപ്പൊ അവര് സ്വന്തം കാര്യം മൊത്തം നോക്കുക. ഹാലലിയ. പക്ഷെ ആടുകളെ മേയ്ക്കുക. അടുത്തൊരു വാക്യം കൂടെ, 4-ാമത്തെ വാക്യം. 4-ഉം 5-ഉം കൂടെ വായിച്ചോ സിസ്റ്റർ. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ഇടയനില്ലായ്കൊണ്ട് അവ ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. എന്റെ ആടുകൾ പറയുന്നേ, നിങ്ങൾ എന്ത് ചെയ്തെന്നറിയാം? നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ച ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടിയ ചിതറിപ്പോയെ തിരിച്ചു വരുത്തി കാണാതെ പോയ അന്വേഷിക്കുക ചെയ്ത് കഠിനതയോടും ക്രൂരതയോടും കൂടി അവയെ ഭരിച്ചിരിക്കുന്നു. അപ്പൊ ഇടയിൽ ഉത്തരവാദിത്വം എന്തൊക്കെയുണ്ടെന്ന് അറിയാ? ബലഹീനമായതിനെ ശക്തീകരിക്കണം. ഹാലലി. അടുത്ത പറയുന്നത് ദീനം പിടിച്ചതിനെയൊക്കെ ചികിത്സിക്കണം. ആര് ഉത്തരവാദിത്വം ഇത്? പിന്നെ ഇത് അവരുടെ വീട്ടിലുള്ളത് ചെയ്യട്ടെ, എനിക്കിതല്ലേ പണിയെന്ന് പറയുന്ന പലരും ഉണ്ട്. പക്ഷെ അല്ലെന്നേ. ഹാലലി. അവിടെ പറയുന്നത് അടുത്ത് പറയുന്നത് ഒടിഞ്ഞതിന്റെ മുറിവ് കെട്ടണം, ചിതറിപ്പോയതിന് എന്ത് വേണം പറയാ? തിരിച്ചു വരുത്തണം. ഒരെണ്ണം കാണാതെ പോയാൽ അന്വേഷിച്ച് പോയി കണ്ടെത്തി കൊണ്ടുപോകണം. നമ്മുടെ ഈ നല്ലിടേനെ കുറിച്ച് 99 വിറ്റിട്ട് കാണാതെ പോകുന്നതിനെ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ കിട്ടിയ തോളിലെടുത്ത് സന്തോഷിച്ചുകൊണ്ട് മടങ്ങി വന്നൊരു ഇടയനാണ് നമ്മുടെ ഇടയൻ. നമ്മുടെ നല്ല ഇടയനെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്. ഇവിടുത്തെ ഇടയന്മാർ എങ്ങനെ ആണ് എന്നുള്ളത്. എന്നിട്ട് പറയുന്ന അടുത്ത് പറയുന്നത് ഇടയനില്ലായ കൊണ്ട് അവ ചിതറിയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. ഹാലേലിയ. ആമേൻ. ഇടയൻ മര്യാദയ്ക്ക് നോക്കാത്തോണ്ട് ചിതറിപ്പോയിട്ട് കാട്ടിലെ സകല മൃഗങ്ങൾക്ക് പിശാചിന്റെ വായിലേക്ക് ചെന്ന് കയറി കൊടുത്തു. ഇപ്പൊ അവൻ പിശാച് അവനിങ്ങനെ പോക്കറ്റിലിട്ട് ഹാലെ കൊണ്ടു നടക്കുകയാണ്. പക്ഷെ ഇതിന് കാരണം ആരാന്നറിയാവോ? ഇടയന്റെ കുഴപ്പമാണ്.
ഹാലയിലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോയി ശുശ്രൂഷിക്കുന്ന സഭയിൽ ഇടയ്ക്ക് വെച്ച് ദൈവം എന്നെ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഹാലയിലെ അവർക്കൊക്കെ ചില ഭയങ്കര അനുഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര അവരിപ്പോഴും വിളിക്കുന്നുണ്ട് പോയാലും ചെയ്ത് കർത്താവ് പറഞ്ഞ അവിടെ ഞാൻ ഇടയനെ ആക്കി വെച്ചിട്ടുണ്ട്. അല്ല, ആ ഇടയന്റെ ഉത്തരവാദിത്തമാണ് അവന്റെ ആടുകളെ പരിപാലിക്കുകയും മേയ്ക്കുകയും ചെയ്യുന്ന നിന്റെ ഉത്തരവാദിത്തം അല്ല. ഹാലേലിയ. നിന്നെ ഞാൻ അവിടെ അയച്ച നിന്റെ ജോലി കഴിഞ്ഞു. ഇനി അവരെ കുറിച്ച് ഹാലേലിയ പറയാനുള്ള കാര്യം, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിന്നിലൂടെ ഞാൻ പറയിപ്പിച്ചു അവിടെ ചെന്നിട്ട്. ഇനി അത് കേട്ടിട്ട് അതനുസരിച്ച് അവിടുത്തെ ആടുകളെ ഹാലേലിയ കയ്യിൽ കൊടുത്തിട്ട് ആടുകളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്, അവൻ എങ്ങനെ പരിപാലിക്കണം, ആ ഇടയുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ നിന്റെ അവിടുത്തെ ജോലി കഴിഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. ഹാലേലിയ. അന്നേരം ദൈവം എന്തിനാ നമ്മളെ എങ്ങോട്ട് അയക്കുന്നേ? ഇതുപോലെ നീ പോയി പറയുന്ന പറയുന്ന കാര്യങ്ങൾ പറയാനേ വിട്ടെ. ഇനി പറഞ്ഞിട്ട് കേട്ടിട്ട് അത് അനുസരിക്കുകയില്ലെന്നുള്ള അവരുടെ ഉത്തരവാദിത്തം. ഇനി അനുസരിച്ചു കഴിഞ്ഞാൽ ദുഷ്ടതയിലല്ലാതെ ഹാലേലിയ നല്ല രീതിയിൽ മരിക്കാൻ പറ്റില്ലെങ്കിൽ ആ ദുഷ്ടതയെ തന്നെ മരിക്കും. അവിടുത്തെ ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം കണക്ക് ചോദിക്കും. ആരോട് ചോദിക്കുന്നത്? ഇടയനോട് കണക്ക് ചോദിക്കും. ഹാലേലൂയ. നമ്മുടെ കയ്യിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ കൂട്ടായ്മയാണ്. ഇവിടെ ഒരു ലീഡർ സ്ഥാനത്ത് നമ്മൾ ഒരാളെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ദൈവം ചോദിക്കും. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ഹാലേലൂയ. പറഞ്ഞില്ലെങ്കിൽ നാളെ അത് എന്നോട് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഓരോ മുഖദാക്ഷിണ്യം കാണിക്കത്തില്ല. ദൈവം എന്നോട് പറഞ്ഞാൽ അതുപോലെ പറയും കേട്ടോ. ആർക്ക് ഇഷ്ടപ്പെട്ടാലും എത്രയോ പേര് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ലീവായി പോയിട്ടുണ്ട്, ഇല്ലേ? എന്താ കാര്യം? പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ? ഡെലിവറൻസ് ഇല്ലാഞ്ഞിട്ടാണോ? ഹാലർക്ക് വചനം കിട്ടാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. ചില കാര്യങ്ങൾ മുഖത്തും ഒക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഹാലയില്ല. കാരണം അത് ഹാലയില്ല, അത് ഭയന്നിട്ടും ഹാലയില്ല അത് ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും ഹാലയില്ല അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഇഷ്ടമില്ലാത്ത പലരും പോയിക്കോട്ടെ. അന്നേരം നമ്മൾ പറയും ഹാലേലിയ. കാരണം ദൈവം പറഞ്ഞു കേട്ട് അനുസരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് വിട്ടുപോയിക്കോട്ടെ. പക്ഷെ ദൈവം പറഞ്ഞ് നമ്മൾ പറയാതെ സുഖിപ്പിച്ചിട്ട് നിൽക്കാനാണെങ്കിൽ ആരും നിൽക്കേണ്ടെന്ന് തന്നെ ഞാൻ പറയും. ഇന്ന് നമ്മൾ കേട്ട വചനം നമ്മൾ ഓരോരുത്തരും ദേശത്തിന്റെ കാവൽക്കാരാണെന്ന് പറയും. ദേശത്തിന്റെ മാത്രം കാവൽക്കാരല്ല, നീ നിൽക്കുന്ന പട്ടണത്തിന്റെ, നീ നിൽക്കുന്ന സഭയുടെ, നീ നിൽക്കുന്ന ഭവനത്തിന്റെ കാവൽക്കാരാണ്. ഭവനത്തിന്റെ എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുക്കളെ, ചാർച്ചക്കാരെ, സകലരുടെയും ഇടയിൽ നീ കാവൽക്കാരിയാ. അപ്പൊ നീ എന്ത് ചെയ്യണം? ഹാലേലിയ. ദുഷ്ടനോട് ദുഷ്ടത വിട്ട് തിരിയാനായിട്ട് ദൈവം പറയണം. നീ പോയി പറയണം. നീ പറയാതിരുന്നിട്ട് ആ ദുഷ്ടൻ തന്നെ ദുഷ്ടതയിൽ മരിച്ചു കഴിഞ്ഞാൽ നിന്നോട് ദൈവം കണക്ക് ചോദിക്കുന്ന പറഞ്ഞേക്കുന്നത്. ഹാലേലിയ. അപ്പൊ നമ്മളോട് ഹാലേലിയ ദൈവം എന്തിനാക്കി നമ്മളെ ദൈവത്തിന്റെ നാവാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാം, ദൈവത്തിന്റെ വായാക്കി വെച്ചിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനോട് പറയണമെങ്കിൽ അത് നമ്മളിലൂടെയാണ് പറയുന്നത്. അപ്പൊ അവിടെ ആൾക്കാരുടെ വലിപ്പമോ അവരുടെ പൊസിഷനോ ഒന്നും നോക്കരുത്. ദൈവമാണ് പറയുന്നതെങ്കിൽ അത് അതുപോലെ പറയും. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. അന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. എസ്കേൽ പ്രവാചകന്റെ കാലത്താണെങ്കിലും ഇരമ്യാവിന്റെ കാലത്താണ്, യെശയ്യാവിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും പറയാതിരുന്നില്ല. കാരണം പ്രതികൂലം വരും. നമ്മളെ ചിലപ്പം തലയിലെടുത്തോണ്ട് നടന്നില്ലെന്ന് വരും, ചിലപ്പോൾ നമ്മളെ പുച്ഛിച്ച് കളഞ്ഞെന്ന് വരും, ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷെ എന്നാലും ഞാൻ പറയാ, നീ നല്ല കാവൽക്കാരാണെങ്കിൽ ഹാലേലിയ ദൈവത്തിന്റെ വായായി തന്നെ ഇരിക്കണം, ദൈവത്തിന്റെ നാവായി തന്നെ ഇരിക്കണം. ഈ ദിവസങ്ങളിൽ ഹാലേലിയ നമ്മളോട് ദൈവത്തിന്റെ ഇന്നത്തെ വചനത്തിലൂടെ സംസാരിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹാലേലിയ നമ്മുടെ കൂട്ടുകാരെ കിട്ടുമ്പോൾ, ഒരു സുഹൃത്തുക്കളെ കിട്ടും, പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു കൂട്ടുകാരെ കിട്ടുമ്പോൾ നീ അവരുടെ പക്ഷം, ഇന്നലെ ദൈവം പറഞ്ഞത് നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരണം. ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് അവരോട് കൂടി ഒരാളാകുകയല്ല, അവരെ കൂടെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് അവരെ നമ്മളെ കൂട്ടത്തിൽ ചേർക്കുന്നവരായി മാറണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം നമ്മളെല്ലാവരും ദേശത്തിന്റെ കാവൽക്കാരാണെങ്കിൽ നമുക്ക് പോരാട്ടമുണ്ട്. തിയറി മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അതൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പം വീണ്ടും 2 തുടങ്ങി 3 മണി നമ്മൾ എല്ലാ ദിവസവും വന്യഭാഷ 1 hour വെച്ചിരിക്കുന്ന കാര്യം എന്താ പറയുക? നല്ല കാവൽക്കാരായി മാറണമെങ്കിൽ നല്ല ശക്തരാകണം. ശക്തി ഇല്ലാത്തവരെ ശത്രു തോൽപ്പിക്കും, ബലമില്ലാത്തവരെ ശത്രു ബലപ്പെടാൻ വേണ്ടിട്ട് അന്യഭാഷ 1 hour നമ്മൾ പ്രാർത്ഥിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. എന്നാൽ മാത്രമേ അവന് ദേശത്തിന് നേരെ നിൽക്കുമ്പോൾ ഭാഷകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തെ അധിപതികളോടും സ്വർലോകത്തിൽ ദുഷ്ടാത്മസേന യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ.
നമ്മൾ വെറുതെ ജൽപ്പനം ചെയ്യുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറയാം, ജൽപ്പനം ചെയ്ത ജാഗരിക്കുകയാണ് നമ്മൾ. പോരാടുകയാണ്. ആത്മാവിന്റെ യുദ്ധം ചെയ്യാണ്. അവന്റെ കോട്ടകളെ തകർക്കുന്നതാണ് നമ്മുടെ യുദ്ധമെങ്കിൽ അതിന് ബലം വേണം. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വീണ്ടും നമ്മൾ പകൽ സമയങ്ങളിൽ പോലും ഇപ്പൊ വീണ്ടും അന്യഭാഷ പ്രാർത്ഥനയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇതൊന്നും വെറുതെ അല്ല. ദൈവം വെറുതെ ഒരു വെറും വാക്ക് പറയുന്നതല്ല. നമ്മളെ ദൈവം പോരാളികളായി നല്ല ഭടന്മാരായിട്ട് നല്ല കാവൽക്കാരായൊക്കെ വാർത്തെടുക്കുന്ന പ്രോസസ്സിങ്ങിലൂടെ പോകണം. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയാം, ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹത്തോടുകൂടി വാഞ്ചയോടുകൂടി ഓരോ സമയം ദിവസത്തിലായിരിക്കാം ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ വെറുതെ വരുന്നതല്ല, എന്റെ ഇഷ്ടത്താൽ പറയുന്നതല്ല. ദൈവം നമുക്ക് തരുന്നതാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം നമ്മളെ ആക്കി വെക്കുക. ആരോട് എന്ത് പറയാനാണ് ദൈവം പറയുന്നത്? നമുക്ക് തോന്നുന്ന വായത്തൊന്നും വിളിച്ചു പറയാനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അതുപോലെ പറയണം. ഡയലൂട്ട് ചെയ്യരുത്. പകുതി പറഞ്ഞിട്ട് പോകരുത്. ദൈവം പറയുന്നത് അതുപോലെ മുഖത്ത് നോക്കി പറയാൻ ഒരു ധൈര്യം. നമുക്ക് ദൈവം തന്നേക്കുന്ന എന്തിന്റെ ആത്മാവിനെയാ? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്. ആ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടുന്ന വെച്ചാൽ വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ ധൈര്യപ്പെടുപ്പെടാനല്ല. ദൈവം ധൈര്യം തന്നേക്കുന്നേ. ദൈവത്തിന്റെ വചനം വെള്ളം ചേർക്കാതെ പറയാൻ വേണ്ടിട്ട് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഒരു നല്ല എന്താ പറയാ ഭടന്മാരായി ദൈവത്തിന്റെ നല്ല പോരാളികളായി നല്ല കാവൽക്കാരായി എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരായി തീരട്ടെന്ന് പ്രാർത്ഥിക്കും. വചനത്തെ ദൈവം നിങ്ങൾ എല്ലാം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.